കരയല്ലേ കരയല്ലേ മോളെ, അവൻ വന്നു കഴിഞ്ഞാൽ ഒക്കെ ശരിയാവും. ആരും നമ്മൾ കാണുന്ന പോലെയല്ല അല്ലേ സതീഷേ? എന്താ എന്തിനാ നീ കരയുന്നേ? എന്തു പറ്റി? അവനെന്താ വീണ്ടും കുഴപ്പമുണ്ടാക്കിയോ? അവനാണ് പോലീസിനെ കൂട്ടി ഇവിടെ വന്നത്? ബാലുവിനെ സതീഷേട്ടൻ വെറുതെ തെറ്റിദ്ധരിച്ചതാ. അവൻ പാവ, അവനല്ല അന്നത്തെ പ്രശ്നത്തിന് പിന്നിൽ. പിന്നെ അന്ന് ബാലുവിനെ കൊണ്ട് പൈസ ചോദിപ്പിച്ചതും സതീഷേട്ടനെ കൊല്ലാൻ നോക്കിയതൊക്കെ സന്ദീപിന്റെ പരിപാടിയാ. ഇതൊക്കെ ആരാ നിന്നോട് പറഞ്ഞത്? ഇത് പറയാനാ പോലീസുകാർ ഇവിടെ വന്നത്. പോലീസ് എന്തു പറഞ്ഞു? ഇന്നലെ രാത്രിയിൽ സന്ദീപ് ആത്മഹത്യ ചെയ്തു. ആത്മഹത്യ ചെയ്തു? ബാലുവിനോട് ഇങ്ങനെ ചെയ്ത വിഷമത്തിലും മനം നൊന്ത് എനിക്കൊരു കത്ത് എഴുതി വെച്ച് അവൻ ആത്മഹത്യ ചെയ്തു. ഞാൻ സന്ദീപ്, പണക്കാരനായ ഒരു അച്ഛൻ്റെ മകനായിട്ടും പണത്തിനു വേണ്ടി പല തെറ്റായ വഴികളും ഞാൻ തെരഞ്ഞെടുത്തു. ആത്മാർത്ഥ സുഹൃത്തായ ബാലുവിനെ പോലും പണത്തിനു വേണ്ടി എനിക്ക് ചതിക്കേണ്ടി വന്നു. ബാലുവിൻ്റെ അച്ഛനും ചേച്ചിയും എന്നോട് ക്ഷമിക്കണം. ബാലു നിരപരാധിയാണ്. സതീഷേട്ടൻ വിഷമിക്കണ്ട, ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് എന്റെ ബാലുവിന്റെ അടുത്ത്. നന്ദു, എനിക്കൊരു ബുൾസൈ അളിയനും കൊടു. സതീഷേട്ടാ ബുൾസൈ വേണോ? സതീഷേട്ടാ ബുൾസൈ വേണോന്ന്. നന്ദു, കുരുമുളക് നല്ല കട്ട കിട്ടോ, മൂത്ര തടസ്സത്തിനേ നല്ലതാ. ഞാൻ പോയതിനു ശേഷം നന്ദു നീ അളിയനെ നോക്കുന്നില്ലേ? നന്നായി ക്ഷീണിച്ചിട്ടുണ്ടല്ലോ. സതീശേട്ടാ, ഇഡ്ഡലി കഴിക്കുന്നില്ലേ? ഒരു ഇഡ്ഡലി മതിയോ? ഒന്നുകൂടെ കഴിക്കുന്നോ? സാമ്പാർ കുറച്ച് വേണ്ട, എന്നൊരു ഇഡ്ഡലി കൂടെ കഴിക്കും. കഴിക്കളിയാ, ഇങ്ങോട്ട് പോരട്ടെ. നന്ദോ, എന്താടാ എന്റെ ബുൾസൈ റെഡിയായോ? അച്ചപ്പോട്ടെ, അളിയൻ ഇറങ്ങിയോ? പോലളിയാ.